ഇന്ന് അത്താഴത്തിന് എനിച്ചപ്പോൾ വീട്ടിൽ കറണ്ടില്ല. കറണ്ടില്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല. കുറെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നു നോക്കി, പക്ഷെ ഉറക്കം വരുന്നില്ല. അപ്പൊ പിന്നെ കറണ്ട് ഉണ്ടാക്കണം. പീടിയെ പോയിട്ട് കുറച്ച് കറണ്ട് പാർസൽ വാങ്ങിട്ട് വരാന്ന് വിചാരിച്ച് രണ്ടെണ്ണത്തിന് കുത്തിപ്പൊക്കി നീപ്പിച്ച് നേരെ വിട്ടു. പോണ വഴിക്ക് ചുമ്മാ സീനായിരുന്നു. രണ്ട് സൈഡിലും കാട്, നടുക്കൊരു റോഡ്. കറണ്ട് തപ്പി നമ്മൾ പോണത് പീച്ച് ഡാമക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പീച്ച് ഡാമിന്റെ ഗേറ്റിന്റെ അവിടെ എത്തിയിട്ടല്ലാണ്ട് ഗേറ്റ് നമ്മുടെ അടുത്തേക്ക് വരില്ലല്ലോ. ഈ സാലിക്ക് ഒരു മണ്ടം തന്നെ. അങ്ങനെ നമ്മൾ പീച്ച് ഡാം എത്തി. വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞിട്ട് മീനെ സജിയുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ മെല്ലെ കയ്യും വീച്ചിരുന്നു. അപ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. പണ്ടത്തെ പോലെ ഫ്രീക്കന്മാര് ജോക്കിയുടെ ഷഡ്ഡിയുടെ പട്ടൊക്കെ കാണിച്ച് ലോവസ്റ്റ് ജീൻസ് ഇട്ടിട്ട് നടക്കൂലേ, അതുപോലെ ഉണ്ട് ഡാമയുടെ ലെമി അവന്റെ പേമ്പേഴ്സിന്റെ പട്ടിയും കാണിച്ച് സൗസർ ഇറക്കിട്ടിട്ട് വലിയ ഫ്രീക്ക് അടിച്ച് നടക്കുന്നു. പണ്ടത്തെ പോലെ അല്ലാട്ടാ. ഇപ്പൊ ഡാമിൽ ഫുള്ള് വെള്ളമാണ്. പിന്നെ ഡാമിൽ വെള്ളം അല്ലാണ്ട് മഞ്ഞുണ്ടാവോ ഏകദേശം ഒന്നാകുമ്പോൾ അവിടെ നോക്കിയപ്പോഴാണ് ഡാമിന്റെ അടിയിൽ ചിൽഡ്രൻസ് പാർക്ക് ഒക്കെ ഉള്ളത് കണ്ടത്. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, നമ്മൾ വേഗം അങ്ങോട്ട് പോയി. കുറെ സ്റ്റെപ്പ് ഉണ്ട് താഴത്തേക്ക് ഇറങ്ങാൻ. അപ്പൊ നമ്മൾ ചാടി ഇറങ്ങി. പിന്നെ ലെമീൻ അവിടെ ഇട്ട് കുറച്ചു നേരം കളിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്നൊരു ബൈക്കിലിട്ട് 4 കുലുക്കി ചെക്കനൊരു കമ്പനി കൊടുക്കാൻ ഞാനും കയറിയിട്ട് ഒരെണ്ണത്തിൽ. അപ്പോഴേക്കും ഒരാൾ ഇതെന്തോ കളിക്കണ സാധനം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഈ സച്ചിനത്താടെ ബുദ്ധി ഒരു വിമാനം തന്നെ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ക്യൂട്ട്നെസ് ഇട്ട് നടന്നിട്ട് കാല് വണങ്ങി വീണതാണ്. പടച്ചോന്റെ കാവില്ല, ആ സ്റ്റെപ്പിനൊന്നും പറ്റില്ല. അങ്ങനെ വീണ്ടും കുറെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ നേരെ പോയത് ഈ കുഴലുള്ളിൽ നിന്ന് വരുന്ന വെള്ളം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഞങ്ങൾ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത്. ഈ സ്റ്റെപ്പൊക്കെ ചാടി ഇറങ്ങാൻ നല്ല വൈബ് ഉണ്ടായി. ഇതുപോലെ തിരിച്ചു കയറണ്ട. ഈ നോമ്പ് എടുത്തിട്ട് ലെമീനും കൊണ്ട് ഇത് തിരിച്ചു കയറേണ്ട കാര്യം ആലോചിച്ചിട്ട് ഞാൻ ഫുള്ള് ഡിപ്രഷൻ. ഞാൻ മെല്ലെ ലെമീനെ സജിയുടെ കയ്യിൽ കൊടുത്തു. സജി അതുപോലെ തന്നെ എനിക്ക് തിരിച്ചു തന്നു. അങ്ങനെ ലെമീൻ എടുക്കുന്ന കാര്യം പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും തല്ലേ. പിന്നെ അതൊന്നും ഒത്തുതീർപ്പായത് ടോസ് ഇട്ടോക്കാന്ന് പറഞ്ഞപ്പോഴാണ്. തല വീണ ഞാൻ എടുക്കും ലെമീനെ, പാല് വീണ അവൾ എടുക്കും ലെമീനെ. അങ്ങനെ പറഞ്ഞ് ഞാൻ ടോസ് ഇട്ട്. സാലിക്ക് പിന്നെ പണ്ടേ മാസം ടോസ് എനിക്ക് തന്നെ വീണ്. അങ്ങനെ ലെമീൻ അവസാനം ഞാൻ തന്നെ എടുക്കേണ്ടി വന്നു. അപ്പതാ വീണ്ടും ഒരു സ്റ്റെപ്പ്. ഇതിനൊരു അന്തില്ലേ കുറച്ചോണം. പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ, ഞങ്ങൾ വീണ്ടും ടോസ് ഇട്ട്. ഇത്തവണ കോയിൻ അവളെ കൊണ്ട് ഇടിപ്പിച്ചു. ഇനി എന്റെ കയ്യിലെ പ്രശ്നമാണെങ്കിൽ ലക്ക് കൂടിപ്പോയോണ്ടാന്ന് തോന്നുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം ടോസ് അതിസാഹസികമായിട്ട് എനിക്ക് തന്നെ വീണു. പിന്നെ അവിടെ ഉണ്ടായിരുന്നു ഊഞ്ഞാലിരുത്തിട്ട് സജീനെ രണ്ടാട്ടാട്ടി. അവളാട്ട എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടം. എല്ലാ കാടിന്റെ ഉള്ളിൽ 1-2 കപ്പിൾസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്വാലിഹത്തായ മക്കളായ കാരണം ഒന്നും നോക്കില്ല. എന്തിനാ വെറുതെ നോമ്പൊക്കെ ഭാഗത്തിലാക്കുന്നത്. സജി കുറെ നിർബന്ധിച്ചെങ്കിലും പിന്നെ ഒരു ടോസ് ഇടൽ പ്രക്രിയക്ക് മുതിരാൻ ഞാൻ നിന്നില്ല. എടുത്തൂട് തജ്ജാലെന്ന് പറഞ്ഞ അവളുടെ കയ്യിലെന്നെ കൊടുത്തവൻ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പിണ്ടടാ. പണ്ടത്തെ വല്യമ്മമാര് കാലൊക്കെ നീട്ടി വെച്ചിട്ട് കോലായിലിരുന്ന് മുറുക്കൂലേ, അതുപോലെ ഒരു ആടിരുന്ന് മുറുക്കണ്. നാളുണ്ട് ചങ്ങായി റംദാൻ മാസത്തിൽ ഇങ്ങനെ പരിസരന്ന് ചവച്ച. അപ്പൊ ശരി.